ഇന്ന് ക്ലാസ്സും കഴിഞ്ഞ് വന്നാൽ നേരെ ചേപ്പാടിറങ്ങി. എന്നിട്ട് ദാഹിച്ച് വെള്ളം വിട്ടിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിൽ കയറിയിട്ട് 10 രൂപയുടെ ഒരു വെള്ളം വാങ്ങി. ആ കടയിലൊരു അപ്പച്ചനായിരുന്നു. വെള്ളം വാങ്ങി ഞാൻ റോഡിലോട്ട് ഇറങ്ങി നിന്നിട്ട് വെള്ളം കുടിച്ചു. വെള്ളം വായിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചപ്പോഴത്തേക്ക് അതിനൊരു പുളിപ്പ് പോലെ. ഞാൻ ഡേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒക്ടോബറിലാണ് അതിന്റെ ഡേറ്റ്. 60 ദിവസമേ ഉള്ളൂ എക്സ്പയറി ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ജനുവരി 16. അപ്പൊ 60 ദിവസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ ആകുമ്പോൾ 90 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ. പിന്നെ എന്തായാലും ഒരു ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ ചേട്ടൻ എന്നെ വിളിക്കാൻ വരുന്നുണ്ടായിരുന്നു. ചേട്ടനെ വന്നിട്ടൊന്ന് കൺഫേം ആക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് വെള്ളം തന്ന ഉടനെ തന്നെ ഈ അപ്പച്ചൻ കട അടച്ചിട്ട്, കടയും വീടും ഒന്നിച്ചേനെ നമ്മളതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പച്ചൻ കട അടച്ചിട്ട് അകത്ത് കയറിപ്പോയി. കട ഷട്ടറൊക്കെ ഇട്ട് അകത്ത് പോയി. എന്നിട്ട് എന്നെ നോക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നുള്ള നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് തന്നെയല്ല, ഞാൻ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. എന്നിട്ട് ചേട്ടൻ വന്നു. പിന്നെ ചേട്ടനെ കാണിച്ചു പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞതാ, കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്മള് മറ്റു വെള്ളത്തിനോ പകരം വെള്ളത്തിനോ അല്ല പൈസയ്ക്കോ ഒന്നിനും അല്ല, നമ്മള് അതൊന്നും അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ഈ ബാലൻസ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുന്ന മറ്റാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ആ അപ്പച്ചൻ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി. എന്നുവെച്ചാൽ ആ കൊടുത്ത വെള്ളം പോലും നമ്മുടെ ചേട്ടന്റെ തോളത്തൂടെ ഒക്കെ എടുത്തെറിയുക. സ്വന്തം അയ്യത്ത് പോലും അല്ല, അപ്പുറത്തെ പറമ്പിലോട്ടൊക്കെ എടുത്തെറിയുന്നത്. അപ്പൊ അതെന്തായാലും നമ്മളെ വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് കാണുക. കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പിന്നെ പ്രായമായവരല്ലേന്ന് വിചാരിച്ചിട്ട് വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ. എന്നാലും അത്ര മോശമായിട്ടാണ് ഞങ്ങളുടെ അപ്പച്ചൻ പെരുമാറി. ഇത് കടയും വീടും കൂടെ ആണ്, ഹൈവേ ആണ്. നേരെ ഹൈവേ ഇറങ്ങി കിഴക്കോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്. ഇപ്പൊ അതിന്റെ മാറ്റി തരാനല്ല പറയുന്നത്, ഡേറ്റ് കഴിഞ്ഞ സാധനം നമ്മൾ ചോദിച്ചതാ. നമുക്കിപ്പോ പൈസ തരാനോ മാറ്റി തരാനല്ല ചോദിച്ചത്. അല്ല, ഡേറ്റ് വായിലൊഴിച്ചോ പൊളിച്ചപ്പോ നമ്മൾ ഡേറ്റ് നോക്കിയത്. ഡേറ്റ് നോക്കിയപ്പോ അത് ഡേറ്റ് കഴിഞ്ഞ 60 ദിവസം അല്ലായിരുന്നു, ഒക്ടോബർ 60 ദിവസം. അപ്പൊ ഇപ്പൊ ഡേറ്റ് കഴിഞ്ഞ പൊളിച്ച ചെവ ഉണ്ടതില്ലേ. അപ്പൊ 10 രൂപ കുപ്പിയുടെ കേസ്, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, വേണ്ട. പറയുമ്പോ അങ്ങനെയല്ലല്ലോ സംസാരിക്കണ്ട. പൊട്ടിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അത്. അത് അവരോട് പറയണം. ഇപ്പൊ കഴിഞ്ഞ ഡേറ്റ് അതെ വേണ്ട, പൈസ വേണ്ട. ഇപ്പൊ നമ്മുടെ ദേഹത്തൊട്ടെടുത്ത് എറിയുന്ന പോലെ അല്ലല്ലോ. അതെ, അതിനിങ്ങനെ മര്യാദ വർത്താനം പറയല്ലോ വേണ്ടത്. അമ്മ അതല്ല, നമുക്ക് പൈസക്ക് വേണ്ടിയല്ല വന്നേ. അതിപ്പോ നമ്മുടെ ദേഹത്തൊട്ട് എടുത്തെറിഞ്ഞത്. എന്റെ ദേഹത്ത് നനഞ്ഞിട്ടുണ്ടായില്ലോ നോക്കാം. നോക്കാം, നനഞ്ഞിട്ടുണ്ടോ നോക്കിയാൽ മതി. അതായത് അല്ലാണ്ട് പൈസ വേണ്ട. പൈസ വേണ്ട നമുക്ക്. പൈസ 10 രൂപയുടെ കേസിനല്ലല്ലോ. സാധനം രുചി പൊളിച്ചതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് നോക്കുന്നത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മള്. അല്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ വർത്താനം ശരിയല്ല. അച്ഛൻ അങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്. അങ്ങനെ അച്ഛൻ അതങ്ങനെയല്ല, നമ്മള് മര്യാദയ്ക്ക് വന്നല്ലേ സംസാരിച്ചത്. അച്ഛൻ അങ്ങനെയല്ലോ നമ്മള് സംസാരിക്കേണ്ടത്. നമ്മള് പൊട്ടിച്ചത് അതായത് ഞാൻ പറഞ്ഞു, നമുക്കും കടയുള്ള ഇപ്പൊ പൊട്ടിച്ച നമ്മൾ എക്സ്പയർ ആയ സാധനം കടയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കണമെന്ന് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ വാങ്ങിച്ച ഉടനെ കുടിച്ചു നോക്കുന്നത്. കുടിക്കുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് ആ സമയത്ത് ശ്രദ്ധിക്കില്ല. പക്ഷെ തുറന്നു നോക്കി വായിലോട്ട് ഒഴിച്ചപ്പോൾ പൊളിച്ച ചെവ. അപ്പൊ എന്താണെന്ന് പറഞ്ഞ ഡേറ്റ് നോക്കിയപ്പോഴാണ് പക്ഷെ പുള്ളി അങ്ങനെയല്ല, എന്റെ ദേഹത്ത് ഉൾപ്പെടെ എടുത്തെറിഞ്ഞത് അങ്ങോട്ട്. അമ്മാതി വർത്താനം പറഞ്ഞത്. വേണ്ട, പൈസ വേണ്ട. ദേഹത്തോട്ട് എടുത്തെറിയോ എന്ന് മര്യാദ അല്ലാതെ. കടയുടെ പേര് പോലും കൊടുത്തിട്ടില്ല.